എന്താണ് പൂരം? പൂരം എന്താണ്? പൂരം എന്ന് കേൾക്കുമ്പോൾ നമ്മൾ പൂരം എന്ന് കേട്ടിട്ടുണ്ട്, പക്ഷെ പൂരത്തിന് എന്താണെന്ന് പലർക്കും അറിയില്ല. നമ്മൾ മനസ്സിലാക്കി വെക്കുക, പൂരവും ഉത്സവവും രണ്ടും രണ്ടാണ്. പൂരം എന്ന് പറഞ്ഞാൽ ഗജവീരന്മാർ അല്ലെങ്കിൽ ആനകൾ അണിനിരക്കുന്ന ഉത്സവത്തെ വിളിക്കുന്ന പേരാണെന്ത്? പൂരം. കേട്ടോ, ഗജവീരന്മാര് അല്ലെങ്കിൽ ആനകൾ അണിനിരക്കുന്ന ഉത്സവമാണ് പൂരം. കേരളത്തിലെ ഏറ്റവും വലിയ പൂരം ഏതാണെന്ന് അറിയാമോ? തൃശ്ശൂർ പൂരമാണ്. ഏതാണ്? തൃശ്ശൂർ പൂരമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ പൂരം, ഏഷ്യയിലെ ഏറ്റവും വലിയ പൂരം, ഇതൊക്കെ എന്ത് തന്നെയാണ്? തൃശ്ശൂർ പൂരം തന്നെയാണ്. തൃശ്ശൂർ പൂരം നടക്കുന്ന മൈതാനം ഏതാണെന്ന് അറിയാമോ? തൃശ്ശൂർ പൂരം നടക്കുന്ന മൈതാനം തേക്കിൻകാട് മൈതാനം തൃശ്ശൂരാണ്. തേക്കിൻകാട് മൈതാനം തൃശ്ശൂരിലാണ് എന്ത് നടക്കുന്നത്? തൃശ്ശൂർ പൂരം നടക്കുന്നത്. അതുപോലെ തന്നെ തൃശ്ശൂർ പൂരം നടക്കുന്ന ക്ഷേത്രം ഏതാണെന്ന് അറിയാമോ? ഏത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ടാണ് തൃശ്ശൂർ പൂരം നടക്കുന്നത് എന്ന് ചോദിച്ചാൽ ഏതാണ്? വടക്കുംനാഥ ക്ഷേത്രം. തൃശ്ശൂരിലുള്ള വടക്കുംനാഥ ക്ഷേത്രമാണ്. അതോടൊപ്പം തന്നെ പാറമേക്കാവ്, തിരുവമ്പാടി എന്നീ ക്ഷേത്രങ്ങൾ ഇതിൽ എന്ത് ചെയ്യുന്നു? ഈ തൃശ്ശൂർ പൂരത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ കുടമാറ്റം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കുടമാറ്റം ഏത് ഉത്സവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ആൻസർ എന്താണ്? തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട ഒരു ചടങ്ങാണെന്ത്? കുടമാറ്റം. അതുപോലെ തന്നെ പൂരങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് എന്താണ്? തൃശ്ശൂരാണ്. പൂരങ്ങളുടെ നാട് തൃശ്ശൂരാണ്. അതുപോലെ തന്നെ തൃശ്ശൂർ പൂരം ആരംഭിച്ചത് ആരാണ്? തൃശ്ശൂർ പൂരം ആരംഭിച്ചത് ശക്തൻ തമ്പുരാനാണ്. ആരാണ്? ശക്തൻ തമ്പുരാനാണ്. തൃശ്ശൂർ പൂരത്തിൻ്റെയും ശില്പി എന്നൊക്കെ അറിയപ്പെടുന്നത് ആരെയാണ്? ശക്തൻ തമ്പുരാനെയാണ്. ശക്തൻ സ്റ്റാൻഡ്, ശക്തൻ ബസ് സ്റ്റാൻഡ്, അതുപോലെ ശക്തൻ മാർക്കറ്റ്, ഇതൊക്കെ എവിടെയാണ്? തൃശ്ശൂരിലാണ്. എവിടെയാണ്? തൃശ്ശൂരിലാണ്. അതുപോലെ ശക്തൻ മ്യൂസിയം, അതുപോലെ ശക്തൻ തമ്പുരാൻ പാലസ്, ഇതൊക്കെ എവിടെയാണ്? അതിവിടെ തന്നെയാണ്, തൃശ്ശൂരിലാണ്. എവിടെയാണ്? തൃശ്ശൂരിലാണ്. അതുപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദുമത സമ്മേളനം ഏതാണെന്ന് അറിയാമോ? ചെറുകോൽപ്പുഴ ഹിന്ദുമത സമ്മേളനമാണ്. ചെറുകോൽപ്പുഴ ഹിന്ദുമത സമ്മേളനം നടക്കുന്നത് പത്തനംതിട്ട ജില്ലയിലാണ്, പമ്പാ നദിയുടെ തീരത്തുമാണ്. കേരളത്തിലെ ഏറ്റവും പഴക്കമേറിയ പൂരം ഏതാണെന്ന് അറിയാമോ? ആറാട്ടുപുഴ പൂരമാണ്. ഏതാണ്? ആറാട്ടുപുഴ പൂരമാണ്. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ കൊല്ലം ജില്ലയിലെ ഏറ്റവും വലിയ പൂരം എന്ന് പറഞ്ഞാൽ ആനേടി പൂരമാണ്. ആനേടി പൂരം ഏതു പേരിൽ അറിയപ്പെടുന്നു? ആനേടി ഗജമേള എന്നറിയപ്പെടുന്നു. ആനേടി പൂരമാണ് ആനേടി ഗജമേള എന്നറിയപ്പെടുന്നത്. ആനേടി ഗജമേള ഗിന്നസ് ബുക്കിൽ ഇടം നേടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആനേടി പൂരം നടക്കുന്ന ക്ഷേത്രം ഏതാണെന്ന് അറിയാമോ? ആനേടി ശ്രീ നരസിംഹസ്വാമി ക്ഷേത്രമാണ്. ആനേടി ശ്രീ നരസിംഹസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ജില്ല കൊല്ലം ജില്ലയാണ്. ഏതാണ്? കൊല്ലം ജില്ലയാണ്. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ ആനേടി നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ പോകുന്നവർ പുതിയിടം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ കൂടി ദർശിച്ചാലേ ആനേടി ക്ഷേത്ര ദർശനത്തിൻ്റെ ഫലം പൂർണ്ണമായി ലഭിക്കുള്ളൂ എന്നാണ് പറയപ്പെടുന്നത്. കേട്ടോ, അതുപോലെ തന്നെ ആനേടി ഗജമേളയാണ്. ആനേടി ഗജമേള നടക്കുന്ന ജില്ല കൊല്ലം ജില്ലയാണ്. 2026 ജനുവരി 20 നാളെയല്ല, മറ്റന്നാൾ. കേട്ടോ, മറ്റന്നാൾ ചൊവ്വാഴ്ച ആനേടി ഗജമേളയാണ്, അല്ലെങ്കിൽ ആനേടി പൂരമാണ്.